മനപ്രയാസങ്ങളും വിഷമങ്ങളും ഇല്ലാത്തവരാരാ ഇന്ന് ലോകത്ത്? ഈ ദുനിയാവെന്ന് പറയുന്നത് തന്നെ ക്ലേശങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞതാണല്ലോ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് എന്താണ്? അദ്ദുനിയാ സിജ്നുൽ മുഅ്മിനീൻ. ഈ ദുനിയാവ് മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് കാരാഗ്രഹമാണ്. വജന്നത്തുൽ കാഫിരീൻ. ഈ ദുനിയാവ് അവിശ്വാസിയെ സംബന്ധിച്ച് ഈ ദുനിയാവ് സ്വർഗമാണ്. മനുഷ്യർക്ക് പ്രയാസങ്ങൾ വരും. ഏതു മനുഷ്യനാണെങ്കിലും, എത്ര വലിയ വിശ്വാസിയാണെങ്കിലും വിശ്വാസി അല്ലെങ്കിലും, ഈ മനുഷ്യരാണോ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങള്, നമ്മുടെ ജീവിതത്തിൽ വിഷമങ്ങൾ വരുമെന്നുള്ളത് തീർച്ചയാണ്. ആ പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കരകയറണോ? അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ച ഒരു മന്ത്രമുണ്ട് പ്രിയപ്പെട്ടവരെ. ആ മന്ത്രം നമ്മൾ മുറുകെ പിടിക്കണം. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ഒരു നിധി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ സഹാബാ എന്ന് ചോദിച്ചിട്ട് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്തൊരു നിധിയുണ്ട്. ആ മന്ത്രം എന്താണെന്നറിയുമോ? ജീവിതമെപ്പോഴും സ്റ്റൈല, അതിനൊരു ശക്കുമില്ലതൊരിക്കലും നീ ചിട്ടതെറ്റരുതേ, അലസതയാലൊഴിക്കരുതേ. അതിലാഹൗല വലാ ഖുവത എന്ന ദിക്റാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വഹിയ ദവാഉൻ ലിതിസ്അതുവതിസ്ഈന ദാ, അത് 99 രോഗങ്ങൾക്ക് മരുന്നാണത്ര. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് 99 രോഗങ്ങൾക്ക് മരുന്നാണെന്ന്. ഇന്ന് രോഗങ്ങളില്ലാത്തവരാരാ? പ്രയാസങ്ങളില്ലാത്തവരാരാ? അലോപ്പതിയിൽ ചികിത്സ നടത്തുന്നവരുണ്ട്, ഹോമിയോപ്പതി യൂസ് ചെയ്യുന്നവരുണ്ട്. അതാ എത്രയോ ചികിത്സാ മുറകളാണ് ഞാനും നിങ്ങളും പയറ്റുന്നത്. ഈ മന്ത്രമൊന്ന് പയറ്റു നോക്കണേ ഉമ്മ. അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചതാണ് 99 രോഗങ്ങൾക്ക് മരുന്നുള്ള ഒരു മന്ത്രം. ആ മന്ത്രമാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ദിവസം ഒരു 100 പതിവാക്കുമ്മ. ഒരു 100 ചൊല്ലാതെ കിടക്കല്ലേ പ്രിയപ്പെട്ടവരേ. അള്ളാന്റെ ഹബീബ് പറഞ്ഞു 99 രോഗങ്ങൾക്ക് മരുന്നാണ്. അതിലേറ്റവും ചെറുത്, ഏറ്റവും നിസ്സാരമായത് അൽഹമ്മു, മനപ്രയാസമാണെന്ന് കളവ് പറയാത്ത നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. മനപ്രയാസം എന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറിയല്ലോ. ടെൻഷൻ ഇല്ലാത്തതാരാ? വിഷമങ്ങളില്ലാത്തതാരാ? പ്രയാസങ്ങളില്ലാത്തതാരാ? സങ്കടങ്ങളാണ്. എത്ര കോടിക്കണക്കിന് സ്വത്തുണ്ടെന്ന് പറഞ്ഞിട്ടെന്താ? എത്ര സൗന്ദര്യമുള്ള ഭാര്യയുണ്ടെന്ന് പറഞ്ഞിട്ടെന്താ? എത്ര ആകാര സൗഖ്യമുള്ള മക്കളുണ്ടെന്ന് പറഞ്ഞിട്ടെന്താ? എത്ര ലക്ഷറി വാഹനങ്ങൾ എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ടെന്താ കാര്യം? പ്രശ്നമെന്താ? മനസ്സിന് സമാധാനമില്ല ഉസ്താദേ, ടെൻഷനാണ് ഉസ്താദേ, ഒന്ന് ദുആ ചെയ്യണേന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന എത്രയോ സമ്പന്നന്മാരുണ്ട്, എത്രയോ സാധാരണക്കാരുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും മനപ്രയാസം എന്നതൊരു രോഗം പോലെ കടന്നു വരുമ്പോ, ഹൈപ്പർ ടെൻഷൻ എന്ന രോഗം കടന്നു വരുമ്പോ, ടെൻഷൻ ഇല്ലാത്തവരാരാ? അവർക്കുള്ള ഏറ്റവും വലിയ മരുന്നെന്താണ്? റസൂലുള്ള നിർദ്ദേശിച്ച മരുന്നാണ്. അത് ലാ ഹൗല എന്ന ലേഹ്യമാണ്. ഉസ്താദ് പഠിപ്പിച്ചതുപോലെ ലാ ഹൗല ലേഹ്യം എന്തിനും കൊള്ളാമടോ. അതുകൊണ്ട് ജീവിതത്തില് ലാ ഹൗല എന്ന ലേഹ്യം മുറുകെ പിടിച്ചു പ്രിയപ്പെട്ടവരെ. വിഷമങ്ങൾ മാറാൻ, സങ്കടങ്ങൾ നീങ്ങാൻ, പ്രയാസങ്ങൾ മാറാൻ അത് ഏറ്റവും വലിയ കാരണമാണെന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് അത് പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ.